ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത് ഒരു ഇൻഡക്ഷൻ കുക്കറാണ്. ഒരു PGൻ്റെ ഇൻഡക്ഷൻ കുക്കറാണ്. അതാകെ അതിൻ്റെ കൺട്രോൾ പാനലെല്ലാം ഒരു പരിതാപകരമായ അവസ്ഥയാണ്. അതിനെ നമുക്ക് ഏത് രീതിയിൽ മോഡിഫൈ ചെയ്തെടുക്കാം അതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. കമോൺ. PGനാണ് നമ്മുടെ ഇൻഡക്ഷൻ കുക്കർ. നമ്മുടെ പവർ വരുന്ന ഭാഗമാണിത്. ഇവിടെയൊക്കെ ബോംബിട്ട പോലെ ആയി, ഇതിൻ്റെ ഉള്ളിലൊക്കെ കൈ എത്തും നമ്മുടെ. ഇവർ കണ്ടോ, ഇതെല്ലാം ചീത്തയായി. ഇവിടെയൊക്കെ ഈ പ്ലാസ്റ്റിക് കവറെല്ലാം പൊട്ടി ഇതിൻ്റെ ഉള്ളിലൂടെ വെള്ളം അകത്ത് കയറി. പാനൽ ബോർഡ് ഇതാണ് കൺട്രോൾ പാനൽ. ഈ പാനൽ ബോർഡ് മുഴുവൻ അകത്ത് വെള്ളം കയറി കഴിഞ്ഞാൽ എല്ലാം കംപ്ലൈൻ്റ് ആവും. ഇലക്ട്രോണിക് സാധനങ്ങളുടെ കാര്യം അറിയാമല്ലോ, ഇതാണ് അവസ്ഥ. ഇതിന് നമുക്ക് ഏത് രീതിയിൽ നല്ല രീതിയിൽ വെള്ളമൊന്നും കയറാത്ത രീതിയിൽ നമുക്ക് മാസ്ക് ചെയ്ത് നമുക്ക് സ്വിച്ചിൻ്റെ കോൺഫിഗറേഷനൊക്കെ മാറ്റേണ്ടി വരും. ഇപ്പോൾ ഇവിടെയാണ് ഓൺ ഓഫ് വരാറുള്ളത്. നമ്മളത് മാറ്റി ഇനി നല്ലൊരു പോവാത്ത ഏതെങ്കിലും ഒരു സ്വിച്ച്, ആവശ്യമില്ലാത്തൊരു സ്വിച്ച്, ഇപ്പോൾ മിക്കവാറും ഇത് കറണ്ട് വോൾട്ടേജൊക്കെ അറിയേണ്ട കാര്യം നമുക്കില്ല. നമുക്കിതിലേക്കോ അല്ലെങ്കിൽ ടൈമറിലേക്കോ സാധാരണ വെള്ളം തിളപ്പിക്കാനായിട്ട് മാത്രം ഉപയോഗിക്കുന്ന ഇൻഡക്ഷൻ ആണെന്നാണ് പറഞ്ഞത്. നമുക്ക് ഇതിലേക്ക് ഏതെങ്കിലും ഒരു സ്വിച്ചിലേക്ക് നമുക്കിത് നേരെ കൺവേർട്ട് ചെയ്തെടുത്തിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള കാര്യം ചെയ്യാൻ. വരൂ, കാണിച്ചു തരാം. ഇൻഡക്ഷൻ കുക്കറിൻ്റെ ഇതാണ് പവർ സ്വിച്ച്. നമുക്ക് പവർ സ്വിച്ചാണ് നമുക്ക് കോൺഫിഗറേഷൻ മാറ്റേണ്ടത്. ഇവിടെ ഇരിക്കുന്ന പവർ സ്വിച്ച് നമുക്കിവിടെ ഇതാണ് ടൈമർ സ്വിച്ച്. ഈ ടൈമർ സ്വിച്ചിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാനേ പറ്റുള്ളൂ. നമുക്കിവിടെ ഈ ഒരു സ്വിച്ചിൻ്റെ ഇത് കോമൺ ആണ്. ഇതാണ് സിഗ്നൽ പോകുന്നത്. ഈ സിഗ്നൽ ഇവിടെ വെച്ച് ഞാൻ കട്ട് ചെയ്തു. ഇവിടെയുള്ള റെസിസ്റ്റർ ഞാൻ അത് കട്ട് ചെയ്തു. അപ്പോൾ ഇവിടെ ഇനി ടൈമർ വർക്ക് ചെയ്യില്ല. ടൈമറിന് പകരം ഇതിൻ്റെ സിഗ്നൽ ഞാൻ നേരെ കട്ട് ചെയ്ത് നേരെ ഇതിലേക്ക് ത്രൂ ഔട്ടോട്ട് കൊടുത്തു. അപ്പോൾ ഇനി ഇത് ഞെക്കിക്കഴിഞ്ഞാൽ പവർ ആവുമെങ്കിലും ഇത് നമ്മളിവിടെ മാസ്ക് ചെയ്യുന്നു. നേരെ ഇത് പവർ സ്വിച്ചായിട്ട് ഇനി വർക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. കവർ ചെയ്ത് കാണിച്ചു തരാം. വെള്ളം ചോടാം. ഇത് പവറാണ്. ഇത് ഫങ്ഷൻ ചെയ്യണം. എല്ലാം ചേഞ്ച് ആവുന്നുണ്ട്. ഇത് കൂട്ടാനുള്ളതാണ്. ഇത് ഡിസ്പ്ലേ ചെയ്യാൻ ഇൻക്രീസ് ചെയ്യാനാണ്. പവർ ഓഫ് ആവുന്നുണ്ട്. വെള്ളം കളർ ചൂടായിരുന്നു. ഓക്കെ, ഇതാണ് ഇപ്പോൾ നമ്മുടെ ഇൻഡക്ഷൻ കുക്കറിൻ്റെ ഒരു നല്ലൊരു രൂപമായി. ഇപ്പോൾ എന്തായാലും നമ്മുടെ ഇൻഡക്ഷൻ കുക്കർ നല്ല വലിയ കംപ്ലൈൻ്റ് ഇല്ലാത്ത രീതിയിൽ ഇനി ഒരു 5-6 മാസത്തേക്ക് എന്തായാലും വലിയ പ്രശ്നം ഉണ്ടാവില്ല. ഇതാ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. കാര്യം നമ്മുടെ PGൻ്റെ ഒക്കെ ഈ പാനൽ, ഫ്രണ്ട് പാനലിലുള്ള ഈ ഒരു കവറൊക്കെ ഉണ്ടല്ലോ, അത് ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റാണത്. അതൊക്കെ വളരെ നമ്മൾ യൂസ് ചെയ്യുന്നതനുസരിച്ച് സൂക്ഷിച്ച് യൂസ് ചെയ്തില്ലെങ്കിൽ അത് പെട്ടെന്ന് കീറിപ്പോയി കഴിഞ്ഞാൽ ഇതാണ് സംഭവിക്കുക. അതോടെ ഹോള് വരും. ഹോള് വന്നാൽ അതിലൂടെ വെള്ളം അകത്ത് കയറും. അങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ മാക്സിമം യൂസ് ചെയ്യുമ്പോൾ സോഫ്റ്റായിട്ട് യൂസ് ചെയ്യാം. എന്തെങ്കിലും ഹോളോ അങ്ങനെ വെള്ളം കയറാനുള്ളൊരു അവസ്ഥ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു അടുത്തുള്ള ഇലക്ട്രോണിക്സ് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി അതൊന്ന് റിപ്പയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. താങ്ക് യു.